നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. പെട്ടെന്നൊരാവേശത്തിന് കിണറ്റിൽ ചാടിയാൽ പല ആവേശത്തിനും പിന്നെ കയറാൻ കഴിയില്ല എന്ന് പറയും. ആശാത്തൊഴിലാളികളെ സംബന്ധിച്ച് സംഭവിച്ചത് അതാണ്. പെട്ടെന്നുള്ള ആവേശത്തിന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് കേട്ട് ആശാത്തൊഴിലാളികളുടെ ചെറിയൊരു വിഭാഗം സംസ്ഥാന സർക്കാരിനെതിരെ സമരത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടു. വലിയ ജനപിന്തുണയും മാധ്യമ ശ്രദ്ധയും ഒക്കെ ആശമാരുടെ സമരം ആദ്യഘട്ടത്തിലൊക്കെ നേടിയെടുത്തു എന്ന് പറയാതെ വയ്യ. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പാർട്ടി എന്ന തരത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നിട്ട് ഏറ്റവും ചെറിയ തൊഴിലാളി വർഗത്തോട് യാതൊരു തരത്തിലും അനുഭാവപൂർവമായ സമീപനവും കൈക്കൊള്ളുന്നില്ല എന്ന തരത്തിൽ ശക്തമായ ആരോപണങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ പല ഭാഗത്തു നിന്നും ഇതിനെ ചൊല്ലി വന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിനോട് യാതൊരു തര ആവശ്യങ്ങളും ഉന്നയിക്കാതെ സംസ്ഥാന സർക്കാരിനോട് ഓണറേറിയം കൂട്ടി നൽകുക, വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക, വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ നൽകുക, വിരമിക്കൽ പ്രായമുയർത്തുക തുടങ്ങിയ ശക്തമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശമാരുടെ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് സമരം നടത്തുന്നത് എന്ന നിജസ്ഥിതി പുറത്തു വന്നതോടുകൂടി ആശമാരുടെ സമരം പൊതുജനത്തിന്റെ സംശയദൃഷ്ടിയിൽപ്പെട്ടു. സമരത്തിന് ചുക്കാൻ പിടിക്കുന്ന പലരും ആശാ തൊഴിലാളി മേഖലയിൽ ജോലി ചെയ്യുന്നവരല്ല എന്നുള്ളതും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിസ്സാര വേതനം വാങ്ങുന്ന ഒരു വിഭാഗത്തിന് ഇത്രയും നീണ്ട ദിവസങ്ങളിൽ ഇത്രയും വലിയ സമര കോലാഹലങ്ങൾ നടത്താൻ ആവശ്യമായ സാമ്പത്തികത്തിന്റെ സ്രോതസ് എവിടെ നിന്ന് എന്നുള്ളതും വലിയ ചോദ്യങ്ങൾ ഉയർത്തി. ആരോഗ്യമന്ത്രി വീണ ജോർജും സംസ്ഥാന മന്ത്രിമാരും പലകുറി ആശമാരെ ചർച്ചയ്ക്ക് വിളിച്ചുവെങ്കിലും സർക്കാർ അനുവദിച്ചു കൊടുക്കുന്ന യാതൊരുവിധ ആനുകൂല്യങ്ങളിലും സമരം അവസാനിപ്പിക്കാൻ ആശമാർ തയ്യാറായില്ല. 98% ആളുകളും ജോലി ചെയ്യാൻ തയ്യാറായി സേവന രംഗത്ത് നിൽക്കുമ്പോൾ കേവലം 2% മാത്രമാണ് സമരം ചെയ്യുന്നത് എങ്കിലും അവരെ ചേർത്ത് പിടിക്കാനുള്ള എല്ലാ നടപടിയും സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടു. കേന്ദ്രമന്ത്രി JP നദ്ദയുമായുള്ള വീണ ജോർജിന്റെ കൂടിക്കാഴ്ച പോലും ആശമാർ പുച്ഛിച്ചു തള്ളിയപ്പോഴും സംസ്ഥാന സർക്കാരിനെയും വീണ ജോർജിനെയും ഉൾപ്പെടെ ഏറ്റവും മ്ലേച്ഛമായ വാക്കുകൾ കൊണ്ട് മൂടിയപ്പോഴും വിരമിക്കൽ പ്രായത്തിന്റെ മാനദണ്ഡങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. എന്നാൽ അതൊന്നും കൊണ്ട് സമരം അവസാനിപ്പിച്ച് വീട്ടിൽ പോകാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അച്ചാരം വാങ്ങി ദിവസക്കൂലിക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലിരിക്കുന്ന സ്ത്രീ തൊഴിലാളികൾ തയ്യാറായില്ല എന്നത് വലിയ തരത്തിലുള്ള ജനപിന്തുണ കുറയ്ക്കുന്നതിനും മാധ്യമ വിചാരണയ്ക്കും കാരണമായി. രണ്ടും കൽപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം, മുടിമുറിക്കൽ, പൗരസാഗരം, ഏറ്റവും ഒടുവിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിന്റെ ലക്ഷ്യത്തോടെ നടത്തുന്ന ഇടതുപക്ഷ നേതാക്കന്മാരുടെ യാത്രയ്ക്ക് സമാന്തരമായി ആശാ തൊഴിലാളിമാർ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഒരു രാപ്പകൽ കാൽനട ജാഥ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നിട്ടും അനുഭാവപൂർവ്വം ചേർത്ത് പിടിക്കാനുള്ള സമീപനങ്ങൾ സർക്കാർ കൈക്കൊണ്ടു എന്ന് പറയാതെ വയ്യ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിലവിൽ സമരം ചെയ്യുന്ന ആശാ തൊഴിലാളിമാർക്ക് പോലും രാപ്പകൽ കാൽനട ജാഥ നടത്തുന്നവർ എവിടെ എത്തി എന്നതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ല. സമരം നടത്തിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരൊക്കെ ആശമാരെ മറന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പടക്കമുള്ള മറ്റു തിരക്കുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ആശമാർ ആകെ പെട്ടു എന്ന് പറഞ്ഞാൽ മതി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഴയും വെയിലുമേറ്റ് സമരം കിടക്കുകയും വേണം. കിട്ടിക്കൊണ്ടിരുന്ന പോക്കറ്റ് മണി അവസാനിക്കുകയും ചെയ്തതോടെ ഗതികേടിന്റെ പരകോടിയിലെത്തി ആശമാർ. സമരം അവസാനിപ്പിച്ച് പോകാനും വയ്യ, തുടരാനും വയ്യ എന്ന അവസ്ഥയിൽ എങ്ങനെയെങ്കിലും ഒന്ന് സമരം അവസാനിപ്പിച്ചു തന്നാലും മതി എന്ന നിലയിലായി ആശമാരുടെ ആവലാതികളൊക്കെ. അന്ന് വരെ അസഭ്യം പറഞ്ഞ പിണറായി സർക്കാർ പെട്ടെന്നൊരു ദിവസം ആശമാർക്ക് കാണപ്പെട്ട ദൈവമായി. സർക്കാരിൽ വിശ്വാസമുണ്ട്, ഇതിന് സർക്കാർ തീർച്ചയായും നല്ലൊരു നടപടിയെടുക്കുമെന്ന് ആശമാർ പറഞ്ഞതോടെ കള്ളക്കളി പലതും പിന്നെയും വെളിച്ചത്തായി. ഒരു കമ്മീഷനെ നിയോഗിച്ച് ആശമാരുടെ പ്രശ്നം പഠിച്ച് ഒരു തീരുമാനത്തിലെത്താമെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ വാക്കുപോലും കേൾക്കാതെ രാപ്പകൽ കാൽനട ജാഥയുമായി ഇറങ്ങി ഒടുവിൽ ആരും കൂട്ടില്ലാതെ പെരുവഴിയിലായി ആശമാർ. എന്നാൽ ഇപ്പോൾ ആശമാർക്ക് ആശ്വാസമായി സമരം അവസാനിപ്പിക്കാൻ ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. ആശാവർക്കർമാരുടെ സമരം തീർക്കാൻ നിർദ്ദേശിക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. പബ്ലിക് ഐ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിച്ചത്. ആശാവർക്കർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചതായി സ്റ്റേറ്റ് അറ്റോർണി എൻ മനോജ് കുമാർ അറിയിച്ചു.
ആശാവർക്കർമാർക്ക് രാജ്യത്ത് ഉയർന്ന പ്രതിഫലം നൽകുന്നത് സംസ്ഥാനത്താണ് എന്നും വിശദീകരിച്ചു. എന്നാൽ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന വിവരങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. പദ്ധതിക്ക് തുക അനുവദിച്ചെന്ന് കേന്ദ്രം പറയുമ്പോൾ ലഭിച്ചില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നതെന്ന് ഹർജിക്കാർ അറിയിച്ചു. തുടർന്നാണ് വിശദീകരണം നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഹർജി 19-ന് വീണ്ടും പരിഗണിക്കും. അതോടെയെങ്കിലും ആശമാർക്ക് ഈ നീണ്ടകാലത്തെ സമര കോലാഹലങ്ങൾ അവസാനിപ്പിച്ച് വീട്ടിൽ പോകാൻ വാതിൽ തുറക്കുമെന്ന് പ്രത്യാശിക്കാം.